വാക്കുകളെയും വാചകങ്ങളെയും ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, അതായത് തർജ്ജിമ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗൂഗിൾ ഷീറ്റ് ഫോമിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. പ്രശസ്തരായിട്ടുള്ള കുറച്ച് ആളുകളുടെ പേരുകളാണ് ഈ കാണുന്നത്. ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ള ഈ പേരുകൾ ഫോമുല ഉപയോഗിച്ച് മലയാളത്തിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം വിരാട് കോഹ്ലി എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ള ഈ പേര് മലയാളത്തിലേക്ക് മാറ്റാനായിട്ട് ഈക്വൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷന് 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ആദ്യത്തെ ആർഗ്യുമെൻറ്റ് ടെക്സ്റ്റ്. ഏത് വാക്കിനെ അല്ലെങ്കിൽ വാക്കുകളെയാണോ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ആ വാക്ക് അല്ലെങ്കിൽ ആ വാക്കുകളാണ് ടെക്സ്റ്റ് എന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ഈ കേസിൽ വിരാട് കോഹ്ലി എന്ന പേരാണ് ടെക്സ്റ്റ്. ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് സോഴ്സ് ലാംഗ്വേജ്. ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടുന്ന ടെക്സ്റ്റ് ഏത് ഭാഷയിലാണോ ഉള്ളത് ആ ഭാഷയാണ് സോഴ്സ് ലാംഗ്വേജ്. ഇപ്പോൾ ഈ പേരുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ കോഡ് ഇവിടെ ഉപയോഗിക്കുക. ഇംഗ്ലീഷിൻ്റെ കോഡ് EN ആണ്. ഡബിൾ കോഡ്സ് EN ഡബിൾ കോഡ്സ് കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ടാർഗറ്റ് ലാംഗ്വേജ്. ഏത് ഭാഷയിലേക്കാണോ ഈ ടെക്സ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷയാണ് ടാർഗറ്റ് ലാംഗ്വേജ്. നമുക്ക് ഈ പേരിനെ മലയാളത്തിലാണ് കിട്ടേണ്ടത്. സോ മലയാളമാണ് ടാർഗറ്റ് ലാംഗ്വേജ്. മലയാള ഭാഷയുടെ കോഡ് ഇവിടെ ഉപയോഗിക്കുക. ഡബിൾ കോഡ്സ് ML ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഇംഗ്ലീഷിലുള്ള ഈ പേരിൻ്റെ മലയാളം ഇവിടെ കിട്ടിയത് കാണാം. ഇനി ഈ ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക, ഇവിടെയുള്ള ഓരോ പേരിൻ്റെയും മലയാളം അടുത്ത കോളത്തിൽ നമുക്ക് കിട്ടി. ഇനി ഈ പേരുകളെ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് മാറ്റാനായിട്ട് ഈക്വൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ. സോഴ്സ് ലാംഗ്വേജ്. ഇപ്പോൾ ഈ പേരുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഡബിൾ കോഡ്സ് EN ഡബിൾ കോഡ്സ് കോമ. ടാർഗറ്റ് ലാംഗ്വേജ്. നമുക്ക് ഈ പേരിനെ ഹിന്ദിയിലേക്കാണ് മാറ്റേണ്ടത്. ഡബിൾ കോഡ്സ് HI എന്നത് ഹിന്ദി ഭാഷയുടെ കോഡാണ്. ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. പേരുകളെ തമിഴിലേക്ക് മാറ്റാനായിട്ട് ഈ ഫോമുല ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, കോപ്പി. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. MLന് പകരം TA ഉപയോഗിക്കുക, എൻ്റർ. ഇനി പേരുകളെ അറബിയിലാണ് കിട്ടേണ്ടതെങ്കിൽ TAക്ക് പകരം AR ഉപയോഗിക്കാം. AR എന്നത് അറബിക് ലാംഗ്വേജിൻ്റെ കോഡാണ്. ഇങ്ങനെ പേരുകൾ മാത്രമല്ല, ഇംഗ്ലീഷ് ഡിക്ഷണറിയിലുള്ള വാക്കുകളും വാചകങ്ങളും നമുക്കൊരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ നോക്കാം. ഈ കാണുന്ന ഇംഗ്ലീഷിലുള്ള വെൽക്കം എന്ന വാക്കിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. വാക്ക് കൊടുത്തിട്ടുള്ള സെൽ സെലക്ട് ചെയ്യുക, കോമ. സോഴ്സ് ലാംഗ്വേജ്. ഇംഗ്ലീഷാണ് സോഴ്സ് ലാംഗ്വേജ്. ഡബിൾ കോഡ്സ് EN ഡബിൾ കോഡ്സ് കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ടാർഗറ്റ് ലാംഗ്വേജ്. മലയാളത്തിലേക്കാണ് ഈ വാക്കിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. സോ മലയാളമാണ് ടാർഗറ്റ് ലാംഗ്വേജ്. ഡബിൾ കോഡ്സ് ML ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നമുക്ക് വെൽക്കം എന്ന വാക്കിൻ്റെ മലയാളം നമുക്കിവിടെ കിട്ടി. ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇവിടെയുള്ള ഓരോ വാക്കുകളുടെയും അല്ലെങ്കിൽ വാചകങ്ങളുടെയും മലയാളം ഇവിടെ കിട്ടി. ഇനി ഈ മലയാളത്തിലുള്ള വാക്കുകളെ അല്ലെങ്കിൽ വാചകങ്ങളെ ഹിന്ദിയിലേക്ക് മാറ്റാനായിട്ട് ഈക്വൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ. ഡബിൾ കോഡ്സ്. ഇവിടെ മലയാളമാണ് സോഴ്സ് ലാംഗ്വേജ്. ML ഡബിൾ കോഡ്സ് കോമ. ടാർഗറ്റ് ലാംഗ്വേജ്. ഹിന്ദിയാണ് ടാർഗറ്റ് ലാംഗ്വേജ്. ഡബിൾ കോഡ്സ് HI ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യാം. വാക്കുകളെ അല്ലെങ്കിൽ വാചകങ്ങളെ ജർമ്മൻ ഭാഷയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ HIക്ക് പകരം DE എന്ന കോഡ് ഉപയോഗിക്കുക. ES ആണ് സ്പാനിഷ് ഭാഷയുടെ കോഡ്.
നോക്കുക, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഭാഷകളുടെ കോഡാണ് ഈ കാണുന്നത്. അറ്റ് പ്രസൻറ്റ് ഏതാണ്ട് 50-ലധികം ഭാഷകൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യും. ഈ ഭാഷകളുടെയൊക്കെ കോഡ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്പ്രെഡ്ഷീറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.